ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 376 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് 1860 ആണ്. അതായത് പണിഷ്മെന്റ് ഫോർ റേപ്പ്. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് റേപ്പ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റേപ്പിന്റെ പണിഷ്മെന്റ് ആണ്. റേപ്പിന്റെ പണിഷ്മെന്റിനെ പറ്റി പറയുന്ന സെക്ഷൻ 376 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 376 സബ്സെക്ഷൻ 1 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ആണ്. അതായത് whoever except in the cases provided for in subsection 2 commits rape shall be punished with rigorous imprisonment of either description for a term which shall not be less than 10 years but which may extend to imprisonment for life and shall also be liable to fine. സബ്സെക്ഷൻ 2വിൻ്റെ അണ്ടറിൽ പറയാത്തതായിട്ടുള്ള വേറെ ഏതെങ്കിലും വ്യക്തി അതല്ലെങ്കിൽ വേറെ ഏതൊക്കെ ആൾക്കാരാണ് ഈ റേപ്പ് എന്ന ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത്, അവർക്ക് 10 വർഷത്തിൽ കുറയാതെയും അതുപോലെ തന്നെ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ നീളാവുന്ന തരത്തിലുള്ള റിഗറസ് ഇംപ്രിസൺമെന്റും അതുപോലെ തന്നെ ഫൈനിനും ലയബിൾ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് സബ്സെക്ഷൻ 2വിനെ ഈ ഒരു സെക്ഷൻ കവർ ചെയ്യുന്നില്ല. സബ്സെക്ഷൻ 2ൻ്റെ അണ്ടറിൽ പറഞ്ഞ ആൾക്കാർ ഈ സെക്ഷൻ്റെ അണ്ടറിൽ എക്സ്ക്ലൂഡഡ് ആണ്. സോ അതല്ലാത്ത, അതായത് ആ പറഞ്ഞ കാറ്റഗറിയിൽ പെടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഈ റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് 10 വർഷത്തിൽ കുറയാതെയുള്ള റിഗറസ് ഇംപ്രിസൺമെന്റോ അതല്ലെങ്കിൽ ആ 10 വർഷം എന്നുള്ളത് ലൈഫ് ഇംപ്രിസൺമെന്റ് ആയിട്ട് ഉയരാനും ചാൻസ് ഉണ്ട്. can be extended to life imprisonment also. അതുപോലെ തന്നെ ഫൈനിനും ലയബിൾ ആണ് എന്നാണ് ഈ സെക്ഷന്റെ അണ്ടറിൽ പറയുന്നത്. അടുത്തതായി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 376 സബ്സെക്ഷൻ 2 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ആണ്. ഈ സബ്സെക്ഷന്റെ അണ്ടറിൽ കുറച്ച് ക്ലോസസും പറയുന്നുണ്ട്. സോ ഈ ക്ലോസസിന്റെ അണ്ടറിലൊക്കെ certain കാറ്റഗറീസ് ഓഫ് പീപ്പിൾസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഈ പേഴ്സൺസ് ഒക്കെ റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് 10 വർഷത്തിൽ കുറയാതെയുള്ള റിഗറസ് ഇംപ്രിസൺമെന്റ് ദാറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ്, അതുപോലെ തന്നെ ഫൈനിനും ലയബിൾ ആകും എന്നാണ് പറയുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ലൈഫ് ഇംപ്രിസൺമെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ബാക്കിയുള്ള ജീവിതം ഒക്കെ അവർ ഈ ജയിലിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അതായത് ഇവിടെ ഈ ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുമ്പോൾ 14 വർഷം അങ്ങനെയൊന്നുമില്ല. അതായത് പിന്നെയുള്ള അവരുടെ ബാക്കി ജീവിതമൊക്കെ ജയിലിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ നമുക്ക് ഈ ക്ലോസസ് ഒക്കെ നോക്കാം. സോ ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് whoever being a police officer commits rape. സോ ആദ്യത്തെ ക്ലോസിൽ പോലീസ് ഓഫീസേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. within the limits of the police station to which such police officer is appointed. അതായത് അദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആ സ്റ്റേഷന്റെ ലിമിറ്റ്സിൽ വെച്ചിട്ട് ആ പോലീസ് ഓഫീസർ റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇൻ ദ പ്രിമൈസസ് ഓഫ് എനി സ്റ്റേഷൻ ഹൗസ്, ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ഹൗസിന്റെ പ്രിമൈസസിൽ വെച്ചിട്ട് റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, on a woman in such police officer's custody or in the custody of a police officer subordinate to such police officer. ഒന്നെങ്കിൽ ആ പോലീസ് ഓഫീസറുടെ കസ്റ്റഡിയിലുള്ള ഏതെങ്കിലും ഒരു വുമണിനെ റേപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ പോലീസ് ഓഫീസറുടെ സബോർഡിനേറ്റ് ഓഫീസറുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരു വുമണിനെ റേപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പണിഷ്മെന്റ് കിട്ടാൻ ഇവര് ലയബിൾ ആണ് എന്നാണ് ഈ ക്ലോസ് എന്റെ അണ്ടറിൽ പറയുന്നത്. ഇനി നമുക്ക് 376 സബ്സെക്ഷൻ 2 ക്ലോസ് ബി എന്താണ് നോക്കാം. Being a public servant commits rape on a woman in such public servant's custody or in the custody of public servants subordinate to such public servant. So clause ബിന്റെ അണ്ടറിൽ പബ്ലിക് സെർവൻസ് കമ്മിറ്റ് ചെയ്യുന്ന റേപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ആ പബ്ലിക് സെർവന്റിന്റെ കസ്റ്റഡിയിലുള്ള ഒരു വുമണിനെയോ അതല്ലെങ്കിൽ ആ പബ്ലിക് സെർവന്റിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരു വുമണിനെയോ റേപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്കും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പണിഷ്മെന്റ് കിട്ടാൻ ലയബിൾ ആണ്. ഇനി ക്ലോസ് സി, being a member of the armed forces deployed in an area by the central government or a state government commits rape in such area. So
ക്ലോസ് സിയുടെ അണ്ടറിൽ ആംഡ് ഫോഴ്സസിലെ മെമ്പേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ആംഡ് ഫോഴ്സസിലെ മെമ്പേഴ്സ് അവരെ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ അവരെ അതായത് ആംഡ് ഫോഴ്സസിലെ മെമ്പേഴ്സിനെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ആ ഏരിയയിൽ വെച്ചിട്ട് അവർ റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പണിഷ്മെന്റിന് ലയബിൾ ആണ്. ഇനി ക്ലോസ് ഡി, being on the management or on the staff of a jail, remand home or other place of custody established by or under any law for the time being in force, or of a women's or children's institution, commits rape on any inmate of such jail, remand home, place or institution. ഇനി ക്ലോസ് ഡിയുടെ അണ്ടറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയമത്തിന്റെ അണ്ടറിൽ അതായത് ലോന്റെ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ജയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിമാൻഡ് ഹോമോ അതല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെക്കുന്ന ഒരു സ്ഥലമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വുമൻസ് ഇൻസ്റ്റിറ്റ്യൂഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിൽഡ്രൻ ഇൻസ്റ്റിറ്റ്യൂഷനോ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് അതല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റാഫ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഏതെങ്കിലും ഒരു ഇൻമേറ്റിനെ റേപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പണിഷ്മെന്റ് അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പണിഷ്മെന്റ് കിട്ടാൻ ലയബിൾ ആണ്. അതായത് ലോന്റെ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ജയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിമാൻഡ് ഹോമോ അതല്ലെങ്കിൽ വുമൺ അല്ലെങ്കിൽ ചിൽഡ്രൻ ഇൻസ്റ്റിറ്റ്യൂഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസ്റ്റഡിയിൽ വെക്കുന്ന പ്ലേസോ ഈ പ്ലേസ് ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റാഫ് അവിടുത്തെ ഏതെങ്കിലും ഒരു അന്തേവാസിയെ റേപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കും ഈ പണിഷ്മെന്റ് അതായത് നമ്മൾ ഈ സബ്സെക്ഷൻ 2ന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള ആ പണിഷ്മെന്റ് കിട്ടാൻ യോഗ്യനാണ്. Being on the management or on the staff of a hospital commits rape on a woman in that hospital. ക്ലോസ് ഇന്റെ അണ്ടറിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെയാണ് പറയുന്നത്. അതായത് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അതല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് അവിടെയുള്ള ഒരു വുമണിനെ റേപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പണിഷ്മെന്റ് കിട്ടും. ഇനി ക്ലോസ് എഫ്, being a relative, guardian or teacher of or a person in a position of trust or authority towards the woman commits rape on such woman. ക്ലോസ് എഫിന്റെ അണ്ടറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വുമണിനോട് പ്രതിബദ്ധത അല്ലെങ്കിൽ ഒരു വുമൺ ട്രസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അതോറിറ്റി അതല്ലെങ്കിൽ ആ വുമൺ ട്രസ്റ്റ് ചെയ്യുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അതല്ലെങ്കിൽ ആ വുമന്റെ ഒരു റിലേറ്റീവ് അതല്ലെങ്കിൽ ആ വുമന്റെ രക്ഷകർത്താവ് അതല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ടീച്ചർ കമ്മിറ്റ് ചെയ്യുന്ന റേപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ആ വുമന്റെ മുകളിൽ അതോറിറ്റി ഉള്ള അതായത് ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ആ വുമന്റെ ടീച്ചറോ അതല്ലെങ്കിൽ ഗാർഡിയനോ അതല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവോ അങ്ങനെയുള്ള വുമണിനെ ആ ഒരു വുമണിനെ റേപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കും ആ മുൻപ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ പണിഷ്മെന്റിന് ലയബിൾ ആണ്. ഇനി ക്ലോസ് ജി ആണ്. കമ്മ്യൂണൽ വയലൻസ് അല്ലെങ്കിൽ സെക്ടേറിയൻ വയലൻസ് നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്കെതിരായിട്ട് റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു പണിഷ്മെന്റ് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലോസ് എച്ചിന്റെ അണ്ടറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവരെ റേപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഐന്റെ അണ്ടറിൽ കമ്മിറ്റ്സ് റേപ്പ് ഓൺ എ വുമൺ ഇൻകേപ്പബിൾ ഓഫ് ഗിവിംഗ് കൺസെന്റ് സമ്മതം കൊടുക്കാൻ ഇൻകേപ്പബിൾ ആയിട്ടുള്ള ഒരു വുമണിനെ റേപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്ലോസ് ജെയിന്റെ അണ്ടറിൽ ഒരു വുമന്റെ മുകളിൽ അവർ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതല്ലെങ്കിൽ ആ ഒരു വുമന്റെ മുകളിൽ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണ് ഒരു കൺട്രോൾ ഉണ്ട്. സോ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കവേ ഈ ഒരു വുമണിനെ റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്ലോസ് കെന്റെ അണ്ടറിൽ കമ്മിറ്റ്സ് റേപ്പ് ഓൺ എ വുമൺ സഫറിംഗ് ഫ്രം മെന്റൽ ഓർ ഫിസിക്കൽ ഡിസബിലിറ്റി മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വുമണിനെ റേപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്ലോസ് എല്ലിന്റെ അണ്ടറിൽ while committing rape causes grievous bodily harm or maims or disfigures or endangers the life of a woman. ഇവിടെ എന്താണ് പറയുന്നത്?
റേപ്പിന്റെ സമയത്ത് ഈ സ്ത്രീക്ക് ദോഷകരമാവുന്ന രീതിയിൽ, അതല്ലെങ്കിൽ ഈ സ്ത്രീയെ ഭയങ്കര ഈ സ്ത്രീയുടെ ബോഡിയുടെ മുകളിൽ ഗ്രീവിയസ് ഹേർട്ട് അല്ലെങ്കിൽ ഗ്രീവിയസ് ഹാം കോസ് ചെയ്യുക, അതുപോലെ തന്നെ ഇവരുടെ ശരീരഭാഗങ്ങൾ ഡിസ്ഫിഗർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പൊ ആ സ്ത്രീയുടെ മുഖം പഞ്ച് ചെയ്തു, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അവരുടെ ഇപ്പൊ മൂക്കിന്റെ പാല മുടിയുക, അതല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു കണ്ണ് നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ അവരുടെ ഒരു പല്ല് പോവുക, അങ്ങനെയുള്ള രീതിയിലുള്ള പ്രവർത്തികൾ, അതല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവൻ തന്നെ അപകടകരമാവുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്ലോസ് എം commits rape repeatedly on the same woman, ഒരേ വുമന്റെ മുകളിൽ നിരന്തരമായിട്ട് റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും, shall be punished with rigorous imprisonment for a term which shall not be less than 10 years but which may extend to imprisonment for life, which shall mean imprisonment for the remainder of that person's natural life and shall also be liable to fine. സോ ഈ ക്ലോസസിന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഈ പേഴ്സൺസ് റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ 10 വർഷത്തിൽ കുറയാതെയുള്ള റിഗറസ് ഇംപ്രിസൺമെന്റ് ദാറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ് ഓൾസോ. ഇവിടെ ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ജീവിതത്തിന്റെ ശിഷ്ടകാലം അവർ ജയിലിന്റെ ഉള്ളിലായിരിക്കും. അതായത് ഇവിടുത്തെ ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് 14 വർഷം അങ്ങനെയൊന്നുമല്ല, ബാക്കിയുള്ള ജീവിതം മൊത്തം ജയിലിലാവും. അതുപോലെ തന്നെ അവർ ഫൈനിനും ലയബിൾ ആവും എന്നാണ് ഈ സെക്ഷന്റെ അണ്ടറിൽ പറയുന്നത്. സോ സെക്ഷൻ 376 ക്ലോസ് സബ്സെക്ഷൻ 2ന്റെ അണ്ടറിൽ കുറച്ച് ക്ലോസസ് ഉണ്ട്, അതായത് A to M. സോ ഈ A to Mന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഈ പറയുന്ന രീതിയിൽ, അതായത് ഈ സെക്ഷന്റെ അണ്ടറിൽ പറയുന്ന രീതിയിലുള്ള റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാവുന്ന പണിഷ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 376 സബ്സെക്ഷൻ 3 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ആണ്. Whoever commits rape on a woman under 16 years of age shall be punished with rigorous imprisonment for a term which shall not be less than 20 years but which may extend up to life imprisonment, which shall mean imprisonment for the remainder of that person's natural life and shall also be liable to fine. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 16 വയസ്സിന് താഴെയുള്ള ഒരു വുമണിനെ ഏതെങ്കിലും ഒരാൾ റേപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടാവുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് 20 വർഷത്തിൽ കുറയാതെയുള്ള റിഗറസ് ഇംപ്രിസൺമെന്റ്. അത് ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ എക്സ്റ്റെൻഡും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫൈനും ആണ് പണിഷ്മെന്റ് എന്നാണ്. അതായത് 20 വർഷത്തിൽ കുറയാതെയുള്ള റിഗറസ് ഇംപ്രിസൺമെന്റ് ദാറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ് ആൻഡ് ഫൈൻ ആണ് 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ കിട്ടാവുന്ന പണിഷ്മെന്റ്. ഈ സെക്ഷന്റെ അണ്ടറിലും ലൈഫ് ഇംപ്രിസൺമെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാളുടെ ശിഷ്ടകാലം, അതായത് അയാൾക്ക് ജീവനുള്ള ബാക്കിയുള്ള കാലങ്ങളെല്ലാം അയാൾ ജയിലിന്റെ ഉള്ളിലാവും എന്നാണ് പറയുന്നത്. ഈ സെക്ഷന്റെ അണ്ടറിൽ 2 പ്രൊവിസോസും പറയുന്നുണ്ട്. Provided that such fine shall be just and reasonable to meet the medical expenses and the rehabilitation of the victim. ഈ പ്രതിയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫൈൻ എന്ന് പറയുന്നത് ഈ റേപ്പ് വിക്ടിമിന്റെ മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാവുന്ന തരത്തിലും, അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ റീഹാബിലിറ്റേഷനും വേണ്ടിയിട്ട് യോഗ്യതയുള്ള തരത്തിലുള്ള ഒരു ഫൈൻ ആയിരിക്കും കളക്ട് ചെയ്യുക. അതായത് ജസ്റ്റ് ആൻഡ് റീസണബിൾ ഫൈൻ ആയിരിക്കും ഈ പ്രതിയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക. അതായത് ഈ പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടും അതുപോലെ തന്നെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസിന് അനുസരിച്ചിട്ട് ജസ്റ്റ് ആൻഡ് റീസണബിൾ ആയിട്ടുള്ള ഒരു ഫൈൻ ആയിരിക്കും ഈ ഒരു പ്രതിയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക. ഇനി അടുത്ത പ്രൊവിസോ എന്താണെന്ന് വെച്ചാൽ, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് എനി ഫൈൻ ഇമ്പോസ്ഡ് അണ്ടർ ദിസ് സബ്സെക്ഷൻ ഷാൾ ബി പെയ്ഡ് ടു ദ വിക്ടിം. ഈ ഒരു സെക്ഷന്റെ അണ്ടറിൽ ഇമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഫൈൻ തുകയും ഈ ഒരു വിക്ടിമിന് തന്നെയാണ് കൊടുക്കുക. അതായത് വിക്ടിമിന് പേ ചെയ്യും എന്നാണ് ഈ പ്രൊവിസോന്റെ അണ്ടറിൽ പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ 376 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് 1860 ആണ്. അതായത് റേപ്പ് കമ്മിറ്റ് ചെയ്താലുള്ള പണിഷ്മെന്റ് ആണ് ഈ സെക്ഷന്റെ അണ്ടറിൽ പറയുന്നത്.
ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. So, thank you for watching the video.